പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 5 മണിക്കാണ് അഭിസംബോധന. GST പരിഷ്കരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അഭിസംബോധന. ശ്രീകാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, സാധാരണക്കാരായ രാജ്യത്തെ ഓരോ പൗരനും ഏറെ ആശ്വാസകരമായിരുന്നു GST പരിഷ്കരണ പ്രഖ്യാപനം. നാളെ മുതൽ അത് യാഥാർത്ഥ്യമാവുകയാണ്. നമ്മൾ ഇന്നത്തെ പ്രഖ്യാപനത്തിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ അഭിസംബോധനയിലൂടെ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? നാളെയാണ് പരിഷ്കരിച്ച GST 2 എന്ന് തന്നെ അതിനെ വിളിക്കണം. അത് നിലവിൽ വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് കരുതാം. കാരണം അദ്ദേഹത്തിൻ്റെ അഭിസംബോധനകൾ എന്തിനെക്കുറിച്ചാണ് എന്ന് സംബന്ധിച്ച് മുൻകൂറായി അദ്ദേഹം പറയാറില്ല. അദ്ദേഹം ഇത്തരം സർപ്രൈസുകൾ പലപ്പോഴും നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നറിയിച്ചിട്ടുണ്ട്. ഈ US താരിഫിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ വരുത്തിയിട്ടുള്ള GSTയിലെ ചില പരിഷ്കരണങ്ങളുണ്ട്. അത് സാധാരണക്കാരന് കൈത്താങ്ങാകുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അത് നാളെ നിലവിൽ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തോടായി എന്താണ് പറയാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. GST തന്നെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഉള്ളത്. ദീപാവലി സമ്മാനമായി GST പരിഷ്കരണം നടപ്പാക്കുമെന്ന് നേരത്തെ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിനത്തിന് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇതിൽ ഇൻഷുറൻസ് പ്രീമിയം തുകകൾ അടക്കം കുറവ് വരുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ തോതിൽ കുറവ് വരുന്നുണ്ട്. ഈ GST പരിഷ്കരണത്തിലൂടെ 12% സ്ലാബ് 12% സ്ലാബ് ഉണ്ടായിരുന്നത് അത് ഏകീകരിക്കുന്ന സാഹചര്യമുണ്ടായി. 28% സ്ലാബ് ഉണ്ടായിരുന്നതും ഏകീകരിക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനായി കാതോർക്കുകയാണ് രാജ്യം. കൂടുതൽ എന്തെങ്കിലും ഇളവ് പ്രഖ്യാപിക്കപ്പെടുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. പെട്രോൾ ഡീസൽ വിലയടക്കം ഈ GST പരിധിയിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ ആകാംക്ഷയോടെയാണ് പൊതുജനങ്ങൾ നോക്കിക്കാണുന്നത്. 5 മണിക്ക് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും.